നമ്മൾ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പബ്ലിക് സ്ഥലത്ത് നിന്നൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ എന്താണ് മൊബൈൽ ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവർക്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധ്യതയുണ്ട്, നമ്മൾ എന്താണ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല സ്വകാര്യതകളും ഇതുപോലെ തൊട്ടടുത്ത് നിൽക്കുന്നവർ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ മൊബൈൽ ഫോണിലെ കാര്യങ്ങൾ കാണാനും മറ്റുള്ളവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും കഴിയാത്ത തരത്തിൽ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ, ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഫേസ്ബുക്കിൽ നിന്ന് കാണുന്നവർക്ക് മുകളിൽ ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജ് ഓണായി കിട്ടും. നിങ്ങൾ പതുക്കെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു ഓപ്ഷനാണ് വരിക. അപ്പോൾ പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പരസ്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പരസ്യങ്ങൾ തടയാനുള്ളൊരു ഓപ്ഷൻ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരസ്യം തടയാനുള്ള ഓപ്ഷൻ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ അലോ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പെർമിഷനകത്തേക്ക് പോകും. സ്ക്രീൻ ഹൈഡ് വിത്ത് സ്ക്രീൻ ഓവർലി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്കാണ് പോകുക. ഇവിടെ അതർ പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് പെർമിഷനും അലോ കൊടുക്കുക. ഓക്കെ, ഇവിടെ രണ്ട് പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട്. രണ്ടും നിങ്ങൾ ഇതുപോലെ അലോ കൊടുക്കുക. ശേഷം പിറകോട്ടേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോ സ്റ്റാർട്ടിൻ്റെ ഒരു ഓപ്ഷൻ വരും. ഓട്ടോ സ്റ്റാർട്ടിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. ഡിസ്പ്ലേയുടെ മുകളിലേക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഈ പെർമിഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിരവധി ആപ്ലിക്കേഷൻ്റെ പേര് കാണും. ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ജസ്റ്റ് ഇതുപോലെ ബട്ടൺ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പെർമിഷനൊക്കെ സെറ്റ് ആകുന്നതാണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ സെറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഈ ബട്ടൺ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനിൽ ഇതുപോലൊരു ഓപ്ഷൻ വരുന്നതാണ്. ഈ ആദ്യം സ്ക്രീൻ സൈസ്, രണ്ടാമത് ഓപ്പോസിറ്റി, പിന്നെ ഇതിന് താഴെ 3 ഓപ്ഷൻ ഉണ്ടാവും. ഈ സ്ക്രീൻ സൈസ് നമുക്ക് ഏത് വരെ മറക്കണം എന്നുള്ളതാണ്. ഈ ഓപ്പോസിറ്റി എന്നത് ഡാർക്ക്നെസ് കൂട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് കണ്ടോ, ഫുൾ ഡാർക്ക് ആകുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഓപ്ഷൻ മിനിമൈസ് ചെയ്യാനുള്ളതാണ്, നമുക്ക് വേണ്ടുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ളതാണ്. ഞാൻ ഇനി ഇത് വാട്സപ്പിനകത്ത് ഉപയോഗിച്ച് കാണിച്ചു തരാം. വാട്സപ്പിൽ മാത്രമല്ല ഈ ഒരു ഓപ്ഷൻ നമുക്ക് എവിടെയും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വാട്സപ്പ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ്. ഇപ്പം ഞാൻ ഫൈസൽ ഭായിയുടെ വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ഫോൺ നമ്പറൊക്കെയാണ് കാണിക്കുക, നമ്മൾ സേവ് ചെയ്യാത്തതാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ കോൺടാക്റ്റോ മറ്റെന്തെങ്കിലും ഓപ്പൺ ചെയ്താലൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്കപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് എവിടെയാണ് വെക്കേണ്ടത് അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റി കൂട്ടുന്ന സമയത്ത് അത് ഡാർക്ക് ആവും. ഇനി നമുക്ക് മറക്കേണ്ട സൈസ് കൂട്ടേണ്ട സമയത്ത് ഇതുപോലെ മറച്ചു കൊടുക്കാൻ പറ്റും. സ്ക്രീനിൻ്റെ എത്ര ഭാഗം മറക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ചാറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് ചാറ്റ് ചെയ്യാൻ പറ്റും. ഇനി അവരെ അയക്കുന്നത് വായിക്കണമെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റി കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ലേറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് ഓഫ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് കൈകൊണ്ടൊന്നും പൊത്താതെ തന്നെ നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പല കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതിന് മാത്രമല്ല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് മിനിമൈസ് ചെയ്യുക, വീണ്ടും ഓപ്പൺ ചെയ്യുക. ഇനി ഈ ആപ്ലിക്കേഷൻ എക്സിറ്റ് പോകണമെങ്കിൽ ഇവിടെ ഒരു എക്സിറ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ഓപ്ഷനൊക്കെ പോകണമെങ്കിൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ കാണിക്കുന്ന ഓപ്ഷനൊക്കെ ഹൈഡ് ആയിക്കോട്ടെ. ഇനി ഈ ആപ്ലിക്കേഷനിൽ പരസ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ്റെയും ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ സാംസങ് ഫോൺ ഒഴികെ മറ്റുള്ള എല്ലാ ബ്രാൻഡുകളിലും വരുന്നുണ്ട്. പലതിലും ഓപ്ഷൻ കുറച്ച് വ്യത്യാസമാണെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ റെഡ്മി ഫോണിലാണ് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഓപ്പോ, വിവോ, OnePlus എല്ലാത്തിലും തന്നെയുണ്ട്, ചെറിയ വ്യത്യാസം ഉണ്ടാവും. ആദ്യം ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ആപ്പ് മാനേജർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആപ്പ് മാനേജറിനകത്ത് നിന്ന് ഈ ആപ്ലിക്കേഷൻ കണ്ടെത്തുക. ഈ ലിസ്റ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കണക്ഷൻ മെത്തേഡ് എന്നാണ് ഇതിലുള്ളത്. ചില ഫോണിൽ യൂസേജ് ഡാറ്റ യൂസ്, അങ്ങനെ പല പേരിലായിരിക്കും ഇതുണ്ടാവുക. ഞാൻ ജസ്റ്റ് ഈ കണക്ഷൻ മെത്തേഡിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ വൈഫൈയും മൊബൈൽ ഡാറ്റയും ഒഴിവാക്കിയിട്ട് ഓക്കെ കൊടുക്കുന്നു. ഇതോടെ ആ ആപ്ലിക്കേഷന് ഇനി ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ഇനി ചില ഫോണുകളിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഫോണുകൾ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡാറ്റ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡാറ്റ യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഈ ഡാറ്റ യൂസേജിനകത്തായിരിക്കും ഇപ്പോൾ ഓപ്പോ, വിവോ പോലെയുള്ളവയിലൊക്കെ ഡാറ്റ യൂസേജിനകത്താണെന്ന് തോന്നുന്നു. റിയൽമിയിൽ ഡാറ്റ യൂസേജിനകത്താണ് ഇത്തരം മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരസ്യങ്ങളില്ലാതെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.